ഞാൻ പവിയെ കണ്ടതാ. പിന്നെ ആരെന്നെ തല്ലി. പിന്നെ ഒരു രൂപം. മാത്താ നിർത്തിക്കേ. ഞാൻ നിർത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഈ വീട്ടിൽ പ്രേതമുണ്ട്. അറിയായിരുന്നു, നീ ഇത് തന്നെ പറയൂന്ന് അറിയായിരുന്നു. ആ പുതിയ കഥയാണല്ലോ. എടാ ഞാനെന്നാ പോടില്ല, ട്രിപ്പ് കഴിഞ്ഞ് പൊക്കോളാം. നിങ്ങളിവിടെ കൊണ്ടുവന്ന ഞാനല്ലേ. ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ബിബീഷേ, നീ പോവാണോ? അല്ലടാ, അവന്റെ എല്ലാ തിരക്കും മാറ്റി വെച്ച് അവനോട് നിൽക്കും. നമ്മളെപ്പോലെ ജോലിയും കൂലി ഇല്ലാത്തവനല്ല അവൻ. ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവൻ പോണം. അതെ, അവനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? 2 ദിവസമല്ലേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും. നമ്മളെന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നത്? അവൻ പോകണില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവനെ വിടുന്നത്. ബിബീഷേ, നീ നിന്റെ ജോലി കഴിഞ്ഞാൽ വന്നാൽ മതി. എടാ ഇവനിങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാടാ? എൻ്റെ പൊന്നു ബിബീഷേ, നിനക്ക് എന്നെ പറ്റിയേ? നീ ആര് പറയുന്ന കഥ കേൾക്കണേ? ഇവനോ? റിനോയെ, നിനക്ക് അർജുനെ ഓടിച്ച കഥ ഓർമ്മയുണ്ടോ? പിന്നെ അത് ഞാൻ പറ്റിച്ചതല്ലേ? അപ്പൊ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ലേ? അപ്പൊ അന്ന് രാത്രി ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ എന്തോ കണ്ടു എന്ന് പറഞ്ഞതോ? അത് ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ? കേട്ടല്ലോ, ഓരോ ദിവസവും ഓരോ കഥയാണ്. അവൻ തന്നെ കഥ ഉണ്ടാക്കും, അവൻ തന്നെ പേടിക്കും.